ല്ലോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. പൂരപ്പറമ്പിലും നേർച്ച സ്ഥലത്തും ചില സ്ത്രീകൾ പോകും. എല്ലാവരും അല്ലട്ടോ, പേരിന് ഒരു കോന്തൻ ഹസ്ബൻഡും ഉണ്ടാകും. എന്നിട്ട് ഏറ്റവും തിക്കും തിരക്കുമുള്ള ഭാഗത്തുകൂടെ മാത്രം സഞ്ചരിക്കും. അവരെ പോലെ പലതും ലക്ഷ്യം വെച്ച് വരുന്ന ആണുങ്ങളും അക്കൂട്ടത്തിലുണ്ടാവും. അവരെന്ത് ചെയ്യും? ഈ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീകളെ നന്നായി ഞെക്കിപ്പിഴിയും. അവരുടെ ശരീരത്തിൽ തലോടലേൽക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല. അതിലവർക്ക് ഒരു അമർഷവുമില്ല. എന്നാൽ തിക്കും തിരക്കുമുള്ള ഒരു ബസ്സിൽ ഒരു പുരുഷന്റെ കൈ അറിയാതൊന്ന് ദേഹത്തെ തട്ടിയാൽ ആ മനുഷ്യനെ കുടുംബത്തിൽ കയറാൻ പറ്റാത്ത രൂപത്തിൽ, സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത രൂപത്തിൽ ചിത്രവധം ചെയ്യും. അതിനിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന അതിശക്തമായ മാധ്യമവും അവർക്ക് കൂട്ടിനുണ്ട്. ആളാവേണ്ടവർക്ക് ആളാവാം, മാനം കെടുത്തേണ്ടവരെ മാനം കെടുത്താം, കൊല്ലേണ്ടവരെ കൊല്ലാം. കുറച്ച് തിരക്കുള്ളൊരു ബസ്സായാൽ മതി, ആണുങ്ങളുടെ കാലിനിടയിൽ കയറി നിൽക്കും ചില സ്ത്രീകൾ. തൊട്ടും തൊട്ടുരുമിയും പ്രയാസപ്പെടുത്തും. എന്നാലും കുറ്റമാണിന്, പെണ്ണ് എല്ലാം തികഞ്ഞവൾ. ചില സ്ത്രീകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവർ വീട്ടിൽ കറിവെക്കാൻ പച്ചക്കറി അരിയുന്നത് അടിവസ്ത്രം കാണുന്ന രൂപത്തിൽ ഇരുന്നാണ്. ചിലർ കുഞ്ഞിന് മുല കൊടുക്കുന്നത് വരെ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യും. ചിലർ വൃദ്ധരായ സ്വന്തം മാതാപിതാക്കളെ വരെ കാശുണ്ടാക്കാൻ വിൽപ്പന ചരക്കാക്കി ചിത്രീകരിക്കും. രോഗിയായി കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ മരുന്ന് കൊടുക്കുന്നത് വരെ പരസ്യപ്പെടുത്തി കാശാക്കും. സ്വന്തം ഭാര്യമാരുടെ നഗ്നതയും സൗന്ദര്യവും വിറ്റ് കാശാക്കുന്ന ചില റീൽസുകാരും ബ്ലോഗർമാരുമുണ്ട്. ചിലർ സ്വന്തം ഭർത്താക്കന്മാരോടൊത്തുള്ള സ്വകാര്യ സന്ദർഭങ്ങളിലെ ശൃംഗാര ചേഷ്ടകൾ വരെ വിറ്റ് കാശാക്കുന്നുണ്ട്. അതും സംസ്കാര സമ്പന്നരായ മലയാളികൾ എന്നതാണ് കഷ്ടം. ഇവിടെ അതുപോലെയുള്ള ഒരു കൂത്താട്ടക്കാരിയായി കാണാനാവും. അതുകൊണ്ടാണ് സ്വന്തം ശരീരത്തിൽ ഒരു പുരുഷന് പരീക്ഷണം നടത്താനും അത് വീഡിയോ പിടിക്കാനും തയ്യാറായത്. ആണിന് മാത്രമല്ല, തെറ്റ് പെണ്ണിനുമുണ്ട്. പണ്ട് സ്ത്രീകൾ ബസ്സിൽ കയറിയാൽ അവർക്ക് ചില ഒതുക്കമുണ്ടായിരുന്നു. പുരുഷന്മാരുടെ അടുത്ത് അവർ നിൽക്കില്ല. ബസ്സിന്റെ പിൻവശത്ത് കൂടെ കയറാൻ പറഞ്ഞാൽ കയറില്ല. ഇന്ന് ബസ് സ്ത്രീകൾക്ക് മാത്രമുള്ളതായി. പുരുഷന് ബസ്സിൽ ഒരിടം കിട്ടാൻ അവരോട് കെഞ്ചണം. ബസ്സിന്റെ ബാക്ക് ഡോറിലൂടെ കയറി മുന്നിലേക്ക് ആണിന്റെ എവിടെയും ഉരസിപ്പോകാം, ഒരു പ്രശ്നവുമില്ല. അവരിങ്ങോട്ട് പുരുഷനെ ചാരിയാലും തലോടിയാലും പ്രശ്നമല്ല. കാരണം ആണ് അത് ആസ്വദിക്കുന്നു എന്ന് കുറ്റപ്പെടുത്താം.